ഗൈസ്, അപ്പോൾ കുറേ നാളിന് ശേഷം ഞാൻ പിന്നെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് തന്നെ ഏകദേശം 1.5 മാസമാവാനായി. ഇത് വേറെ വീഡിയോ ഒന്നുമല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ വളകാപ്പ് വീഡിയോ ആണ്. ഇനിയും ചിലപ്പോൾ ലേറ്റായി പോയിട്ടുണ്ടെങ്കിൽ ഓള് പ്രസവം കഴിഞ്ഞ് കുഞ്ഞിക്ക് 1 വയസ്സായിട്ടേ പിന്നെ ഞാൻ ഈ വീഡിയോ ഇടലുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ അങ്ങ് എഡിറ്റ് ചെയ്തിടാന്ന് വിചാരിച്ചു. വയറ് ഉന്തി പിടിച്ചിട്ട് ഈ നടന്നു വരുന്ന ഇതാണ് എൻ്റെ ഫ്രണ്ട് കീർത്തന. ബാക്കിൽ തുള്ളിക്കൊണ്ട് ട്രൈപോഡ് പിടിച്ചിട്ട് വരുന്നത് അതോളം മൂത്ത മോനാണ് കേട്ടാ, തക്കുടു. ഇത് ഫാമിലി ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഫ്രണ്ട്സ് മാത്രം അറേഞ്ച് ചെയ്തൊരു പരിപാടിയാണേ. അതുകൊണ്ട് തന്നെ ഒരു വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട് ഫുഡൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ്ട, നമുക്ക് തന്നെ ഉണ്ടാക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു വല്ലാത്ത തീരുമാനമായി പോയി പിന്നെ നമുക്ക് തോന്നിയായിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ല രസത്തിൽ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിനെ. ഇതെല്ലാം ശ്യാമേട്ടന്റെ ഫ്രണ്ട്സും അവരെ ഭാര്യമാരും ആണേ. കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എനിക്ക് ഇത്രയും നല്ല ഫ്രണ്ട്സിനെല്ലാം ഇവിടെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല. ഇതാണ് കീർത്തനേന്റെ ഭർത്താവ് ജിജുവേട്ടൻ. പിന്നെ മറ്റേതാണ് നമ്മളെ ഷാജിയേട്ടൻ. ഇതാണ് ഷാജിയേട്ടനെയും സന്ദീജിന്റെയും വീട്ടിലെ പട്ടിക്കുട്ടി. അപ്പോൾ വളകാപ്പ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായത് നമ്മളെ വീട്ടിനിടയ്ക്ക് തന്നെയാണ് തോട്ടയുടെ കടപ്പുറം. അപ്പോൾ ആടെ കുറേ റിസോർട്ട് ഉണ്ടാവില്ലേ, അപ്പോൾ അതിലൊരു റിസോർട്ടിലാണ് നമ്മൾ പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായത്. ചെറിയൊരു പരിപാടിയായിട്ട് നടത്താൻ വിചാരിച്ച പരിപാടി പക്ഷെങ്കിൽ നടന്നു വന്നേരം വലിയ ഗ്രാൻഡ് പരിപാടി ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്ത് പരിപാടിയാണെങ്കിലും അത് ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു അടിപൊളി പരിപാടിയാകും. പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ പണിയെടുത്ത് ക്ഷീണം പിടിച്ച് നമ്മളാ കുറച്ച് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ജിജുവേട്ടൻ നമുക്ക് ഇടക്കിടക്ക് ഐസ്ക്രീം എല്ലാം വാങ്ങിക്കൊണ്ട് തന്നെ കേട്ടാ. ശരിക്കും പറഞ്ഞാൽ ഈ സന്ധ്യ ഇല്ലോണ്ടാണ് ഉച്ചക്കത്തെ ചോറും വൈകുന്നേരത്തെ ഭക്ഷണം എല്ലാം ശരിക്കും ആയിനേട്ടാ. ഞാനെങ്ങാനും ഒറ്റക്കാണെങ്കിൽ എനിക്കൊരു പുണ്ണാക്കും ആക്കാൻ അറിയില്ല. ഇന്നേ ദിവസം ഞാൻ ഈ തേങ്ങ വറക്കലാന്ന് നേരാമണ്ണൊന്നും ചെയ്ത പണി. അദാക്ഷിനെ അമ്മേന്റെ അടുക്ക വീട്ടിലാക്കിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിന്. ഇല്ലെങ്കിൽ ഓളെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒരു പണി എടുക്കേണ്ടി വരില്ലായിരുന്നു. ഈ ചിക്കൻ പൊരിച്ചത് ഞാനാണേ, അതുകൊണ്ട് തന്നെ ആ കാണുന്ന കഷ്ണമൊന്നും അവസാനമാകുമ്പോഴത്തേക്ക് ഉണ്ടായിട്ടില്ല കേട്ടാ. ബിക്കോസ് ക്ഷീണം വരുമ്പോൾ ഞാൻ ഓരോ കഷ്ണമായിട്ട് തിന്നും. നിങ്ങൾ വിചാരിക്കണ്ട ഈ ചിക്കൻ കറി എന്ന സാമ്പാർ പോലെയെന്ന്. അതായിട്ടില്ല, തിളക്കുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുത്തോണ്ടാണ്. അങ്ങനെ ഫുഡെല്ലാം ആകുമ്പോഴത്തേക്ക് തന്നെ വൈകുന്നേരം ആവാനായിട്ടുണ്ടായിനെ. 5 മണി മുതൽ 7 മണി വരെ എങ്ങാനും ആണ് നമ്മൾ റിസോർട്ടിന്റെ പെർമിഷൻ എടുത്തിട്ടുണ്ടായിന്. ഫുഡെല്ലാം ആകുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം 3-3:30 ആവാനായിട്ടുണ്ടായിന്. പിന്നെ നമുക്ക് ഡ്രസ്സെല്ലാം മാറ്റണ്ടേ. അപ്പൊ ഞാൻ വേഗം വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയിട്ട് ഞാൻ റെഡിയെല്ലാം ആയിട്ട് സദാക്ഷിക്കുട്ടീനെ ഒന്ന് പാലെല്ലാം കൊടുത്തിട്ട് ഉറക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിന്. കാരണം കടപ്പുറത്ത് തന്നെയാണ് ഈ റിസോർട്ട് വരുന്നത്. അപ്പോൾ ആടെന്ന് രാത്രിക്ക് കാറ്റെല്ലാം അടിച്ചിട്ട് കുഞ്ഞിക്ക് തണുപ്പ് പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളെ പരിപാടിക്ക് കൂട്ടിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ അങ്ങോട്ട് മേക്കപ്പ് ചെയ്യലായിരുന്നു. കീർത്തനൊക്കെ മുടി വെക്കണം എന്ന് പറഞ്ഞിട്ട് അത് വെക്കാൻ വേണ്ടി ഞാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മള് ഉച്ചക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്തതും ഇപ്പൊ ഇതാ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാം സന്ധ്യേച്ചിന്റെയും ഷാജിയേട്ടന്റെയും വീട്ടിൽ നിന്നാണേ. അതുകൊണ്ട് സ്പെഷ്യൽ താങ്ക്സ് പറയണം സന്ധ്യേച്ചിക്കും ഷാജിയേട്ടനും. അധികവും നമ്മൾ ഫ്രണ്ട്സിന്റെ എല്ലാം ഗെറ്റ് ടുഗദറും എല്ലാ കാര്യങ്ങളും വെക്കുന്നത് സന്ധ്യേച്ചിന്റെയും ഷാജിയേട്ടനെയും വീട്ടിൽ നിന്നാണ്. കീർത്തനക്കാണെങ്കിൽ എന്നാ ചെയ്യേണ്ടേ തിരിയുന്നില്ലായിരുന്നു. ഓളെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. വളകാപ്പല്ല ഇപ്പല്ലേ വന്നത്. ഞാൻ പ്രഗ്നന്റ് ആയതാണ് നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ ആദ്യത്തെ പ്രഗ്നൻസി. അപ്പൊ നമ്മൾ എന്റെ വളകാപ്പ് നല്ല ഗ്രാൻഡ് ആയിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിനി. അപ്പേ കീർത്തനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അടുത്ത പ്രഗ്നൻസിയിൽ ഇതെല്ലാം വേണമെന്ന്. വളകാപ്പാണ് നടക്കാൻ പോകുന്നെങ്കിലും നമ്മളെല്ലാം മംഗലത്തിന് ഒരുങ്ങുന്ന പോലെയായിരുന്നു ഒരുങ്ങിയിട്ടുണ്ടായിനി. ശരിക്കൊരു മംഗല പ്രതീതി തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിനേട്ടാ. കീർത്തന ഒരുങ്ങുന്നതിനേക്കാളും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് ഒരുങ്ങിയിട്ടുണ്ടായിനി. ഇങ്ങനെ നമ്മൾ വിളക്കും തളികയും അങ്ങനെയുള്ള സാധന സാമഗ്രികളെല്ലാം എടുത്തിട്ട് റിസോർട്ടിലേക്ക് വൈകുന്നേരം ആകുമ്പം പുറപ്പെട്ടു. ഇങ്ങനെ പുറപ്പെടാനൊന്നുമില്ല, ആകെ വീട്ടിൽ നിന്ന് 5 മിനിറ്റേ ഇല്ലു കേട്ടാ കടപ്പുറത്തെ റിസോർട്ടിലേക്ക്. നല്ലൊരു വൈബാണ് ഈ റിസോർട്ടിൽ ഇരിക്കുമ്പോൾ. കാരണം എന്ന് വെച്ചാൽ മുന്നേ തന്നെ കടല്, നല്ല കാറ്റ്, കടലിന്റെ സൗണ്ട്, വേറെ തന്നെ വൈബാണ്. നമ്മളെ വീട്ടിനിടയ്ക്കുള്ള ബർത്ത്ഡേ ഫംഗ്ഷനും ഇങ്ങനെയുള്ള വളകാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ റിസോർട്ടിൽ വെച്ചിട്ട് നടത്തലുണ്ടേ. ഞാനും സന്ധ്യേച്ചിയും ആടെന്ന് ഭക്ഷണം കുക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാം വന്നിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിനെ. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ആണെങ്കിലും നല്ല രസം ഉണ്ടായിന് കാണാൻ വേണ്ടിട്ടേ.
പിന്നെ റിസോർട്ടിലെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ സന്ധ്യേച്ചിന്റെ വീട്ടിലേക്ക് വന്നിട്ടാണ് ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിനെ. ഫംഗ്ഷന്റെ ഇടയ്ക്ക് എപ്പോഴോ എനിക്ക് എൻ്റെ മൂഡ് അങ്ങ് പോയിട്ടുണ്ടായിനെ. കാരണം എല്ലാവരും ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് ശാംബാബു ഇല്ലാത്തത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിനി. അതുകൊണ്ട് പിന്നെ ഞാൻ സന്ധ്യേച്ചിന്റെ വീട്ടിൽ നിന്ന് വേഗം തന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിനി.